ഹലോ ഡിയേഴ്സ്. നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫിഫ്ത്ത് മൊഡ്യൂളിലേക്ക് നമ്മൾ പോവുകയാണ്. ഫിഫ്ത്ത് മൊഡ്യൂളിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിങ്, ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ്, ദെൻ റിമോട്ട് പ്രൊസീജിയർ കോൾസ്, ക്ലസ്റ്റേഴ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് ആൻഡ് iOS. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പറയുന്നത് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. എന്താണ് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ അല്ലേ. ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എൻ ആർക്കിടെക്ചർ വിച്ച് കണ്ടെയ്ൻസ് ക്ലയൻറ്റ്സ് ആൻഡ് സെർവേഴ്സ് അല്ലേ. സം ക്ലയൻറ്റ്സ് ഉണ്ടായിരിക്കും വിച്ച് ആർ കണക്റ്റഡ് വിത്ത് വൺ സെർവർ. ഓക്കെ, ഇനി ഈ ക്ലയൻസിനെ നമുക്ക് കോമൺലി പറയാം ക്ലയൻറ്റ് മെഷീൻസ് ആർ ജനറലി സിംഗിൾ യൂസർ PCs ഓർ വർക്ക് സ്റ്റേഷൻസ്. ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിംഗിൾ യൂസർ PCs ആയിരിക്കും. ഇനി വിച്ച് പ്രൊവൈഡ്സ് എ യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ടു ദ എൻഡ് യൂസർ. അതായത് എൻഡ് യൂസേഴ്സിന് വർക്ക് ചെയ്യാനുള്ള ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള PCs ആണ് ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ക്ലയൻറ്റ്സിനെ ഒരു സെർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. And each server in the client server environment provides a set of shared services. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി സെർവർ എന്ന് പറയുമ്പോൾ which provides a shared services to all the clients അല്ലേ. അപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ക്ലയൻറ്റ്സ് വിച്ച് ആർ കണക്റ്റഡ് യൂസിങ് എ സിംഗിൾ സെർവർ. ബാക്കിയുള്ള ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരിക്കും? ഈ ഒരു ക്ലയൻ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട് ക്ലയൻറ്റ് സെർവർ ടെർമിനോളജി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടേംസ് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ API എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള സെർവ്ലെറ്റ്സ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ക്ലയൻറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ദെൻ ദർ വിൽ ബി എ മിഡിൽ വെയർ. എ മിഡിൽ വെയർ മീൻസ് എ സെറ്റ് ഓഫ് ഡ്രൈവർ, APIs ഓർ അതർ സോഫ്റ്റ്വെയർസ് ദാറ്റ് ഇംപ്രൂവ് ദ കണക്ടിവിറ്റി ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ. അതായത് ക്ലയൻറ്റിനും സെർവറിനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുന്ന സെറ്റ് ഓഫ് ഡ്രൈവേഴ്സും APIsഉം സോഫ്റ്റ്വെയർസും ഒക്കെ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് മിഡിൽ വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിലേഷണൽ ഡാറ്റാബേസ്. ദർ ഷുഡ് ബി എ ഡാറ്റാബേസ് ഇൻ ദ സെർവർ. ദെൻ സെർവർ ഈസ് നമുക്കറിയാം ഹൈ പവേർഡ് വർക്ക് സ്റ്റേഷൻ PCs ആണ് സെർവേഴ്സായിട്ട് നമ്മൾ വയ്ക്കുന്നത്. ഇനി സെർവർ വിച്ച് പ്രൊവൈഡ്സ് എന്താണ്? ഷെയർഡ് സർവീസസ്. ദെൻ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, ദാറ്റ് മീൻസ് സം ഡാറ്റാബേസ് ലാംഗ്വേജസ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ദ ഡാറ്റാബേസ് സെർവേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജനറിക് ക്ലയൻറ്റ് സെർവർ എൻവിറോൺമെൻറ്റിനെ പറ്റിയാണ്. നോർമലി കോമൺ ആയിട്ട് നമുക്ക് കാണാവുന്ന ഒരു ക്ലയൻറ്റ് സെർവർ എൻവിറോൺമെൻറ്റാണ് നമുക്കിപ്പോൾ പിക്ചറിൽ കാണാൻ കഴിയുന്നത്. LAN ഓർ WAN ഓർ ഇൻ്റർനെറ്റ് കണക്ഷൻ or internet which is connected using different clients. Okay, clients and servers. So many clients ഉണ്ടായിരിക്കും ആൻഡ് സം സെർവേഴ്സ് ഉണ്ടായിരിക്കും. ഈ സെർവേഴ്സിൽ നിന്നായിരിക്കും ഈ ക്ലയൻറ്റ്സ് എന്ത് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് സർവീസസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ എന്താ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ജനറിക് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിഗറിനകത്ത്. നോർമലി ഇവിടെ ഒരു ക്ലയൻറ്റ് വർക്ക് സ്റ്റേഷനും ഒരു സെർവറിൻ്റെയും ആർക്കിടെക്ചറാണ് ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലയൻറ്റ് വർക്ക് സ്റ്റേഷനകത്ത് പ്രസൻറ്റേഷൻ സർവീസസ്, ആപ്ലിക്കേഷൻ ലോജിക്, അതായത് ഒരു PCക്കകത്ത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. പ്രസൻറ്റേഷൻ സർവീസസ്, ആപ്ലിക്കേഷൻ ലോജിക്സ് ഉണ്ടായിരിക്കും. ദെൻ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർസ്, ക്ലയൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ക്ലയൻറ്റിൻ്റെ OS ഉണ്ടായിരിക്കും. ദെൻ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. ദെൻ സെർവർ കണ്ടെയ്ൻസ് ആപ്ലിക്കേഷൻ ലോജിക് എന്ന് പറയുമ്പോൾ സെർവറിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ലോജിക്, കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ, സെർവർ OS ഉണ്ടായിരിക്കും, ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. ആൻഡ് ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു? റിക്വസ്റ്റ് ആർക്ക് കൊടുക്കുന്നു? സെർവറിന് റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് സെർവർ തിരിച്ച് റെസ്പോൺസ് ആർക്ക് കൊടുക്കുന്നു? ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ദർ വിൽ ബി എ പ്രോട്ടോകോൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് വേണം? പ്രോട്ടോകോൾസിനെ ബേസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത്. ദർ വിൽ ബി പ്രോട്ടോകോൾ ഇൻട്രാക്ഷൻ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസിനെ പറ്റിയാണ്.
സോ ഇനി ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസിൽ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസിൽ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ വരുന്നത് എന്നാണ് നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ക്ലയൻറ്റ് വർക്ക് സ്റ്റേഷൻ ആൻഡ് എ സെർവർ. ദെൻ ക്ലയൻറ്റ് വർക്ക് സ്റ്റേഷൻ കണ്ടെയ്ൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസൻറ്റേഷൻ സർവീസ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ട എല്ലാ സർവീസസും ഉണ്ടായിരിക്കും. പ്രസൻറ്റേഷൻ സർവീസ്, ആപ്ലിക്കേഷൻ ലോജിക്, ഡാറ്റാബേസ് ലോജിക്, കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ, then client operating system and hardware platform, and server contains a database logic, then communication software, database management system, DBMS, server OS and hardware platform. സോ ഇവിടെയും ഇതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡാറ്റാബേസ് ലോജിക്കിനെയാണ് ഇവിടെ മെയിൻലി ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻസ് സം ക്വറീസ് ഇൻവോക്ക് ചെയ്ത് സെർവറിന് റിക്വസ്റ്റ് കൊടുക്കും. ആ ക്വറീസ് ആര് പ്രോസസ്സ് ചെയ്യും? സെർവർ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് ക്ലയൻറ്റിന് അതിൻ്റെ റെസ്പോൺസ് നൽകുന്നു. ഓക്കെ, സോ അതാണ് ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ മെയിനായിട്ട് പറയുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് ക്ലയൻറ്റിലും ഒരു ഡാറ്റാബേസ് ലോജിക് ഉണ്ടായിരിക്കും, സെർവറിലും എന്തുണ്ടായിരിക്കും? ഒരു ഡാറ്റാബേസ് ലോജിക്ക് ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് ക്ലയൻറ്റ് സെർവർ ഡാറ്റാബേസ് യൂസേജ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഡാറ്റാബേസ് ലോജിക്കിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ക്ലയൻറ്റ് ഇനീഷ്യൽ ക്വറി ക്ലയൻറ്റ് വിൽ ബി ഗിവൺ ദ ഇനീഷ്യൽ ക്വറി ടു ദ സെർവർ. ദെൻ ആ ക്വറി എന്താണ്? അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ SQL പഠിച്ചിട്ടില്ലേ, ക്വറീസ് കൊടുക്കാമെന്ന്, സെലക്ട് ക്വറി അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ് അനുസരിച്ച് ക്വറീസ് കൊടുക്കുന്നു. ദെൻ ഇനീഷ്യൽ ക്വറി കൊടുക്കുന്നു. ഇനി ആ ക്വറി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോസിബിൾ റെക്കോർഡ്സ് ആര് നൽകുന്നു? സെർവർ തിരിച്ച് ക്ലയൻസിന് കൊടുക്കുന്നു, അത് റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്നു. ദെൻ എഗെയിൻ ആ ക്വറിയുടെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വറി ഇൻവോക്ക് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ച് സെർവേഴ്സ് എന്ത് ചെയ്യുന്നു? അതിനെ റിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡിസൈറബിൾ ക്ലയൻറ്റ് സെർവർ യൂസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതല്ലാതെ മിസ്യൂസ്ഡ് ക്ലയൻറ്റ് സെർവർ എന്ന് പറഞ്ഞിട്ടൊരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലയൻറ്റ് സെർവർ ഒരു ക്വറി എന്നുള്ള ഒരു ടേമാണ് അത് റെഫർ ചെയ്യുന്നത്. ക്വറി കൊടുക്കുന്നു സെർവറിലേക്ക്. ദെൻ അവിടെ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ഒരുപാട് റെക്കോർഡ്സ് എന്ത് ചെയ്യുന്നു? റിട്ടേൺ ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ എന്ത് വരുന്നത്? അതായത് ഒരു ബൾക്കായിട്ട് ഒരുപാട് റെക്കോർഡ്സ് ഒരുമിച്ച് റിട്ടേൺ ചെയ്യുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആ ക്ലയൻറ്റ് സെർവറിനകത്ത് എന്ത് വരുന്നത്? പ്രശ്നങ്ങൾ വരാവുന്നത്. ഡാറ്റാബേസ് ലോജിക്കിൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത് അങ്ങനെയുള്ള സമയത്താണ്. ഓക്കെ, ബൾക്ക് റെസ്പോൺസസ് വരുമ്പോഴാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ക്ലാസസ് ഓഫ് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ. ഏതൊക്കെയാണ് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ വരുന്നത്? ഓക്കെ, അല്ലെങ്കിൽ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ പറയുന്നതാണ് ഹോസ്റ്റ് ബേസ്ഡ് പ്രോസസ്സിംഗ് ഉണ്ട്, ദെൻ സെർവർ ബേസ്ഡ് പ്രോസസ്സിംഗ്, ക്ലയൻറ്റ് ബേസ്ഡ് പ്രോസസ്സിംഗ്, കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ്. ഓക്കെ, ഇനി ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗറിനകത്ത് ക്ലാസ്സസ് ഓഫ് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ ഹോസ്റ്റ് ബേസ്ഡ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ക്ലയൻറ്റ് എംപ്റ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതായത് ക്ലയൻറ്റ് ആൻഡ് സെർവർ. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർവറിലായിരിക്കും എല്ലാ ലോജിക്കൽ APIs അല്ലെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻസും സെർവറിലായിരിക്കും ഉണ്ടായിരിക്കുക. ക്ലയൻറ്റ് ജസ്റ്റ് ഡമ്മി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, ഹോസ്റ്റ് ബേസ്ഡ് പ്രോസസ്സിംഗ്. ഇവിടെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവറാണ്. സോ ക്ലയൻറ്റ് ജസ്റ്റ് ഡമ്മി ആയിട്ട് ആക്ട് ചെയ്യുന്നു. സെർവറിലായിരിക്കും പ്രസൻറ്റേഷൻ ലോജിക്കും ആപ്ലിക്കേഷൻ ലോജിക്കും ഡാറ്റാബേസ് ലോജിക്ക്, ഡാറ്റാബേസ് പാക്കേജുകൾ എല്ലാം സെർവറിലായിരിക്കും. ഇനി അടുത്തത് സെർവർ ബേസ്ഡ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നോർമലി ഇവിടെ ക്ലയൻറ്റിൻ്റെ സൈഡിൽ പ്രസൻറ്റേഷൻ ലോജിക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ GUI ആപ്ലിക്കേഷൻസ് മാത്രം ഒന്ന് ഇൻ്ററാക്ട് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. ഇൻട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ സാധാരണ മീൻസ് റിക്വസ്റ്റ് കൊടുത്തത് കാണാനുള്ള ഫെസിലിറ്റി മാത്രമേ എവിടെ ഉണ്ടായിരിക്കുള്ളൂ? ക്ലയൻറ്റിൽ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി എല്ലാ പ്രോസസ്സിങ്ങും എല്ലാം നടക്കുന്നത് എവിടെയായിരിക്കും? സെർവറിലായിരിക്കും. ആപ്ലിക്കേഷൻ ലോജിക് ആയാലും ഡാറ്റാബേസ് ലോജിക് ആയാലും DBMS ആയാലും എല്ലാം സെർവറിൻ്റെ സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ക്ലയൻറ്റിലേക്ക് വരും. അതായത് പ്രസൻറ്റേഷൻ ലോജിക്കിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ലോജിക്കും കൂടി എവിടെ ആഡ് ആവും? ക്ലയൻറ്റിൽ ആഡ് ആവും. ദെൻ സെർവർ ഹാസ് ഇറ്റ്സ് ഓൺ ആപ്ലിക്കേഷൻ ലോജിക്, ഡാറ്റാബേസ് ലോജിക് ആൻഡ് DBMS. ഓക്കെ, ഇനി ക്ലയൻറ്റ് ബേസ്ഡ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്ലയൻറ്റിലായിരിക്കും പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടായിരിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റേഷൻ ലോജിക്കും കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ക്ലയൻറ്റിൽ ആഡ് ചെയ്യുന്നു. അതേതൊക്കെയാണ്? പ്രസൻറ്റേഷൻ, ആപ്ലിക്കേഷൻ, ഡാറ്റാബേസ് ലോജിക്കും കൂടെ. അവിടെ ക്വറി ജസ്റ്റ് എന്ത് ചെയ്യാൻ, ജസ്റ്റ് സിമ്പിൾ ക്വറീസൊക്കെ പ്രോസസ്സ് ചെയ്യാനുള്ളൊരു ഫീച്ചറും കൂടി അവിടെ വരുന്നുണ്ട്. ദെൻ സെർവർ കണ്ടെയ്ൻസ് ഡാറ്റാബേസ് ലോജിക് ആൻഡ് DBMS. മെയിനായിട്ടുള്ള പ്രോസസ്സിങ് മാത്രമേ ഇവിടെ നടക്കുന്നു, സെർവറിൽ നടക്കുന്ന ഒരവസ്ഥ. സോ ഇതാണ് 4 ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഹോസ്റ്റ് ബേസ്ഡ് പ്രോസസ്സിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് ഡമ്മി ആയിരിക്കും.
ദെൻ സെർവർ ബേസ്ഡ് പ്രോസസ്സിങ്, കോപ്പറേറ്റീവ് പ്രോസസ്സിങ്, ക്ലയൻറ്റ് ബേസ്ഡ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് 3 ടയർ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. ഓക്കെ, അതായത് ഈ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിനെ നമുക്ക് എന്ത് പറയാം, ഒരു 3 ടയർ ആർക്കിടെക്ചറിൻ്റെ രീതിയിൽ നമുക്കതിനെ വ്യൂ ചെയ്യാൻ പറ്റും. ഇനി അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിന് മുന്നേ ഇവിടെ 2 ടേംസ് റെഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസസ് ഓഫ് ക്ലയൻറ്റ് സെർവർ പറഞ്ഞപ്പോൾ ഫാറ്റ് ക്ലയൻറ്റും തിൻ ക്ലയൻറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫാറ്റ് ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോപ്പറേറ്റീവ് പ്രോസസ്സിങ്ങിൽ നമ്മൾ കാണിച്ചില്ലേ, അതായത് ക്ലയൻറ്റിൻ്റെ സ്ഥാനത്ത് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് വരുന്ന ആ ഒരു മീൻസ് കാറ്റഗറീസിനെ റെഫർ ചെയ്യുന്ന പേരാണ് ഫാറ്റ് ക്ലയൻറ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് പ്രോസസ്സിങ്, ക്ലയൻറ്റ് ബേസ്ഡ് പ്രോസസ്സിങ്, ഇതൊക്കെ ഇതിൽ വരുന്ന ക്ലയൻസിനെയൊക്കെ നമ്മൾ ഫാറ്റ് ക്ലയൻറ്റ് എന്ന് റെഫർ ചെയ്യും. ഇനി തിൻ ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ നോർമലി ഫീച്ചേഴ്സ് കുറവുള്ള ക്ലയൻറ്റ്സ്, അതായത് ഏതൊക്കെയാണ്, ഹോസ്റ്റ് ബേസ്ഡിലും തിന്നാണ് ക്ലയൻറ്റ്, അതുപോലെ സെർവർ ബേസ്ഡിലും ക്ലയൻറ്റ് തിന്നാണ്, അതിനെയാണ് തിൻ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ 3 ടയർ ആർക്കിടെക്ചറിലോട്ട് പോവുകയാണ്. സോ 3 ടയർ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ക്ലയൻറ്റ് സെർവറിൻ്റെ ഒരു ലോജിക്കൽ ആർക്കിടെക്ചറിനെ 3 ടയേഴ്സാക്കി ഡിവൈഡ് ചെയ്ത് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അതാണ് ഈ 3 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രഡീഷണൽ സെർവർ ആർക്കിടെക്ചറിന് 2 ലെവൽസാണുള്ളത്, ക്ലയൻറ്റും സെർവറും. ഇനി ഇതല്ലാതെ ഇനി കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ഇതിൽ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു 3 ടയർ വ്യൂവിൽ നമുക്ക് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിനെ കാണാൻ പറ്റും. ആ 3 ടയേഴ്സാണ് ഈ യൂസർ മെഷീൻ. ഫസ്റ്റ് ടയർ എന്താണ്, ഒരു യൂസർ മെഷീൻ ഉണ്ടായിരിക്കും. ദെൻ രണ്ടാമത്തത് ഒരു മിഡിൽ ടയർ സെർവർ ഉണ്ടായിരിക്കും. ദെൻ ഒരു ബാക്ക് എൻഡ് സെർവർ ഉണ്ടായിരിക്കും. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് 3 ടയർ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ് കാണാം. നമുക്ക് ക്ലയൻറ്റ് ഉണ്ടായിരിക്കും, ദെൻ ഒരു മിഡിൽ ടയർ സെർവർ ഉണ്ടായിരിക്കും, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ആപ്ലിക്കേഷൻ സെർവർ ആയിരിക്കും. ദെൻ ഒരു ബാക്ക് എൻഡ് സെർവേഴ്സ് ഉണ്ടായിരിക്കും, അതായത് ഡാറ്റ കീപ്പ് ചെയ്യുന്ന സെർവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 3 ലോജിക്കൽ വ്യൂവിൽ ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ നോർമലി എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു സെർവറിലോട്ട്. പക്ഷേ ഈ ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെ ഇടയിലുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് ഈ മിഡിൽ ടയർ ആക്ട് ചെയ്യുന്നത്. എല്ലാ സർവീസുകളും, അതായത് ക്ലയൻറ്റിന് ഒരുപാട് ഡിഫറെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ മിഡിൽ ടയറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നുണ്ട്, നെക്സ്റ്റ് ഫയൽ ക്യാഷ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു ടേം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ ക്യാഷിങ് സ്പ്രൈറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു നെറ്റ്വർക്കിനകത്ത് ഒരുപാട് ക്ലയൻറ്റ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ക്ലയൻറ്റ്സിന് ഓരോന്നിനും അതിൻ്റെ ലോക്കൽ ക്യാഷസ് ഉണ്ടായിരിക്കും. സോ ഒരു ലോക്കൽ ക്യാഷസും അതിൻ്റേതായിട്ടുള്ള സെർവർ ആണെങ്കിൽ സെർവർ ഡിസ്കിലേക്ക് അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, സെർവർ ക്യാഷ് സെർവർ ഡിസ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നോർമലി ഒരു ഫയൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നു, 1 ക്ലയൻറ്റിലുണ്ടോ, ദെൻ അതർ 1 ക്ലയൻറ്റിൽ അതിനകത്ത് ആ ക്യാഷിനകത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ലോക്കൽ ഡിസ്കിനകത്ത് ഉണ്ടെങ്കിൽ അത് എടുക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലയൻറ്റിലോട്ട് പോകും. ഓക്കെ, ദെൻ എഗെയിൻ ഏത് നമ്പർ ഓഫ് സെർവേഴ്സുള്ള ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ ഡിഫറെൻറ്റ് സെർവേഴ്സിലേക്ക് ഇതിങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ദെൻ എഗെയിൻ ഈ സെർവറിൽ നിന്ന് വരുന്ന ഈ ക്യാഷ് മീൻസ് ആ ഒരു ക്യാഷിൽ നിന്ന് കിട്ടുന്ന ഫയലിൻ്റെ കോപ്പീസ് എല്ലാ ക്ലയൻസിലും സെർവേഴ്സിലും കീപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്യാഷിൽ അത് കിട്ടുകയാണെങ്കിൽ എന്ത് വരും, എന്ത് പറയാൻ പറ്റും, കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റും. കൺസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ മീൻസ് ആ ഒരു ഫയൽ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണ്, എല്ലാ ഇതിലും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ സെർവേഴ്സിലോ അല്ലെങ്കിൽ ക്ലയൻസിലോ അവൈലബിൾ ആണ് എന്നുള്ള ടേമാണ് അത് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് മിഡിൽ വെയർ എന്ന് പറയുന്നൊരു ടേം പറയുന്നുണ്ട്. എന്താണ് മിഡിൽ വെയർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു. മിഡിൽ വെയർ എന്ന് പറയുമ്പോൾ ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെയും കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുന്ന സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ APIs ഡ്രൈവേഴ്സിൻ്റെയൊക്കെ ഒരു കളക്ഷനെയാണ് എന്ത് പറയുന്നത്, മിഡിൽ വെയർ എന്ന് പറയുന്നത്. ഇനി മിഡിൽ വെയറിൻ്റെ ഒരു ആർക്കിടെക്ചർ പറഞ്ഞിട്ടുണ്ട്. ദ റോൾ ഓഫ് മിഡിൽ വെയർ ഇൻ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മിഡിൽ വെയറിൻ്റെ റോൾ എന്ന് പറയുന്നത്. സോ ക്ലയൻറ്റ് വർക്ക് സ്റ്റേഷൻ ആൻഡ് സെർവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡിൽ വെയർ ഇൻ്ററാക്ഷൻ ആൻഡ് പ്രോട്ടോകോൾ ഇൻട്രാക്ഷൻ കാണിച്ചിട്ടുണ്ട്. സോ ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെയും ഇൻ്ററാക്ഷൻ, അവർ തമ്മിലുള്ള ഡാറ്റ എക്സ്ചേഞ്ച്, അതുപോലെ ഇൻട്രാക്ഷൻ, ഇതെല്ലാം ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് ടൂൾസാണ് അവിടെയുള്ളത്, മിഡിൽ വെയറിനകത്തുള്ളത്. ഇനി നെക്സ്റ്റ് ലോജിക്കൽ വ്യൂ ഓഫ് മിഡിൽ വെയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലോജിക്കൽ വ്യൂ ഓഫ് മിഡിൽ വെയർ.
ദാറ്റ് മീൻസ് നമ്മൾ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, ക്ലയൻറ്റ് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, അവിടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ മിഡിൽ വെയറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. വിച്ച് പ്രൊവൈഡ്സ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം സർവീസ്. ഒരുപാട് സർവീസസ് ഒരുപാട് ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് മിഡിൽ വെയർ വഴിയാണ്. ദെൻ പ്ലാറ്റ്ഫോം ഇൻ്റർഫേസുകൾ വഴി എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് സെർവേഴ്സിലേക്ക് അത് കണക്ട് ചെയ്യുന്നു. ദാറ്റ് പ്ലാറ്റ്ഫോം OS ഹാർഡ്വെയർ ഓരോ സെർവേഴ്സിലേക്കുമായിട്ടത് കണക്ട് ചെയ്യുന്നു. സോ നോർമലി ക്ലയൻറ്റ് സെർവർ ഇൻട്രാക്ഷനെ ഹെൽപ്ഫുള്ളാക്കുന്ന സെറ്റ് ഓഫ് ടൂൾസാണ് മിഡിൽ വെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലയൻസിന് അതുകൊണ്ട് തന്നെ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും, വെറൈറ്റി ഓഫ് സർവീസസ് സെർവറിൽ നിന്ന് അവൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.